കേരളത്തിൽ പട്ടികജാതി വിഭാഗത്തിൽ നിന്നും ഒരു മന്ത്രിയില്ലാത്ത ആദ്യത്തെ മന്ത്രിസഭയാണ് സാർ. കേരളത്തിലെ പട്ടികജാതി വിഭാഗക്കാർ വലിയ പ്രതിഷേധമാണ് ഈ കാര്യത്തിൽ ഉയർത്തുന്നത്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ശ്രീ എ പി അനിൽകുമാർ പട്ടികജാതി വിഭാഗത്തിൽ നിന്നും ശ്രീ പി കെ ജയലക്ഷ്മി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും മന്ത്രിമാരായിട്ടുണ്ടായിരുന്നു. സാർ, ഇവിടെ ഈ LDF-ൽ ഒരു MLA-മാരുള്ള വിവിധ പാർട്ടികളുണ്ട്. ശ്രീ രാമേന്ദ്രൻ കടന്നപ്പള്ളിയുടെ പാർട്ടി, അതുപോലെ തന്നെ KB ഗണേഷ് കുമാർ, അഹമ്മദ് ദേവർഗോവിൽ, ആന്റണി രാജു, അവരെല്ലാം LDF മന്ത്രിമാരാക്കി. സാർ, ഈ കോവൂർ കുഞ്ഞുമോൻ 25 വർഷത്തിലധികമായി MLA ആണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും ഒരു MLA ഉള്ളൂ. സാർ, കോവൂർ കുഞ്ഞുമോന് മന്ത്രിയാകാനുള്ള അയിത്തം എന്താണ് സാർ? എന്താണ് സാർ? സാറ്, ഞാൻ ചോദിക്കുന്നത്, ഇനി കോവൂർ കുഞ്ഞുമോനെ അവഗണിച്ചാലും കോവൂർ കുഞ്ഞുമോന്റെ പാർട്ടി എന്തെന്നറിയണോ സാർ? സാർ, കോവൂർ കുഞ്ഞുമോന്റെ പാർട്ടിയുടെ പേര് RSP ലെനിനിസ്റ്റ് എന്നാണ് സാർ. കുഞ്ഞുമോനെ അവഗണിച്ചാലും ലെനിനെ അവഗണിക്കാൻ പാടുണ്ടോ സാർ? കേരളത്തിൽ ഇന്ന് നിലവിലുള്ള ഏക ലെനിനിസ്റ്റ് പാർട്ടിയാണ് സാർ. ആ പാർട്ടിയുടെ MLA സഭയിൽ ഉണ്ടായിട്ട് പോലും ആ പാർട്ടിക്ക് മന്ത്രിസഭയിൽ പ്രവേശനം കൊടുത്തില്ല സാർ.